വയനാട് തലപ്പുഴയിൽ കുഴിബോംബ് കണ്ടെത്തിയെന്നതാണ്. മക്കിമല മേഖലയിൽ കണ്ടെത്തിയ കുഴിബോംബ് തണ്ടർബോൾട്ട് സംഘം എത്തി നിർവീര്യമാക്കിയിട്ടുണ്ട്. കമൽ വിവരങ്ങളുമായിട്ട്. കമൽ, വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് ഇത്. ഏത് പ്രദേശത്താണ് കൃത്യമായി? ഇനി കൂടുതൽ ഇത്തരം ബോംബുകൾ ഉണ്ടോ? അതിനുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടോ? എത്ര വലിയ സംഘം തണ്ടർബോൾട്ട് അവിടെ ഇതിനായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്? ദിവീഷ്, ഈ മക്കിമല മേഖലയിൽ നിന്ന് ഇത്തരത്തിൽ കുഴിബോംബിന് സമാനമായ ഒരു സ്ഫോടക വസ്തു കണ്ടെടുത്തു നിർവീര്യമാക്കിയെന്ന വിവരമാണ് ഈ നിമിഷത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അത് എത്രത്തോളം പ്രഹരശേഷിയുള്ളതാണ്, അതിന്റെ ആഘാതം എത്രത്തോളം ഉള്ളതാണ് എന്ന കാര്യങ്ങളൊന്നും പോലീസിൽ നിന്ന് ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ മേഖല സമീപകാലത്ത് നിരന്തരമായി മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലയാണ്. കണ്ണൂർ, വയനാട് ജില്ലകളുടെ അതിർത്തിയാണ്. കണ്ണൂരിലെ കൊട്ടിയൂർ, ആറളം മേഖലയൊക്കെയായി അതിർത്തി പങ്കിടുന്ന വയനാട് മാനന്തവാടിക്ക് അപ്പുറത്തുള്ള പ്രദേശമാണ്. വനമേഖലയാണ് പ്രധാനമായും. തേയില എസ്റ്റേറ്റുകളൊക്കെ ഉണ്ട്. ഈ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ശ്രീലങ്കൻ അഭയാർത്ഥികളെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന ഒരു എസ്റ്റേറ്റ് ഒക്കെയുള്ള പ്രദേശമാണ് കമ്പമല ഒക്കെ. അതിന്റെ അടുത്ത മലയാണ് ഈ മക്കിമല എന്ന് പറയുന്നത്. അവിടെ നിരന്തരം മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട്. മറ്റൊന്ന് ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടത്, മാവോയിസ്റ്റ് സാന്നിധ്യം ഇപ്പോൾ കുറേ വർഷങ്ങളായി വയനാട്ടിലുണ്ടെങ്കിലും അവർ സാധാരണഗതിയിൽ ഓരോ സ്ഥലത്ത് എത്തി മുദ്രാവാക്യം വിളിക്കുക, പോസ്റ്ററുകൾ പതിക്കുക, ലഘുലേഖകൾ വിതരണം ചെയ്യുക എന്നതിലപ്പുറം ഒരു ആക്രമണത്തിന്റെ രീതിയിലേക്ക് വയനാട്ടിൽ മാവോയിസ്റ്റുകൾ ഇതുവരെ മാറിയിരുന്നില്ല. പോലീസുമായി ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. നേർക്കുനേർ വനത്തിൽ കാണുമ്പോഴൊക്കെ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ മറ്റൊരു രീതിയിൽ ഈ സ്ഫോടനം തുടങ്ങിയ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്രമണത്തിന്റെ പാതയിലേക്ക് മാവോവാദികൾ ഇതുവരെ മാറിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇത്തരത്തിലൊരു സ്ഫോടക വസ്തു തണ്ടർബോൾട്ട് സ്ഥിരമായി പട്രോളിംഗ് നടത്തുന്ന വനമേഖലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അത് ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ്.